ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തൊരു ഐറ്റം ആണ് കേട്ടോ ഇത്. നന്നാവുമെന്ന് ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല. എന്തായാലും നാത്തൂന്റെ വക ഫ്രീ ആയിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ടുവന്നപ്പോഴുള്ള ചെറിയൊരു ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഒരു തീരുമാനമായിരുന്നു ഈ ഒരു ഡെസേർട്ട് മേക്കിംഗ്. എന്തായാലും നന്നാവില്ല എന്ന് ഏകദേശം ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് വിപ്പിംഗ് ക്രീം ഒക്കെ ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ പാക്കറ്റിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മിനി ബീറ്റർ ഉപയോഗിച്ച്, അതായത് ഞങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് ഞങ്ങൾ ഏകദേശം തിക്നെസ്സിലേക്ക് വരുത്തുന്നുണ്ട്. നമ്മുടെ ഒറിജിനൽ ബീറ്ററിനെ അപേക്ഷിച്ച് ഇതുകൊണ്ട് കൂടുതലൊരു തിക്നെസ് ഉണ്ടാവില്ല. എന്തായാലും ഞങ്ങള് പാല് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റാർഡ് പൗഡർ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വരുന്ന സമയമായപ്പോഴേക്കും ഏകദേശം പാലൊക്കെ തിളച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ പാലും കസ്റ്റാർഡ് പൗഡറും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ല കട്ടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കസ്റ്റാർഡ് പൗഡറൊക്കെ വെച്ച് പരീക്ഷണം നടത്തുന്നത്. എന്തായാലും അത്യാവശ്യം കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണോ ഉണ്ടാക്കുക എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ പുഡിങ് നോക്കിയപ്പോൾ പല ആളുകളും പല രീതിയിൽ ഉണ്ടാക്കുന്നു, കേക്ക് നോക്കിയപ്പോൾ പല ആളുകളും പല രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ രീതിയിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡെസേർട്ടാണ്. എന്തായാലും ഞങ്ങൾക്ക് ബൗളാണ് എടുത്തിട്ടുള്ളത്. ചതുരത്തിലുള്ള പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ബൗളിലേക്ക് ബ്രെഡ് വെച്ച് അതിന് മുകളിലേക്ക് കസ്റ്റാർഡിന്റെ മിക്സ് ഒഴിക്കുന്നുണ്ട്. ഇഡലി മാവ് ഒഴിക്കുന്ന പോലെ ഞങ്ങൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു കൺസിസ്റ്റൻസി, അതായത് അളവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങൾ ഈ എടുത്ത സാധനങ്ങൾക്കൊന്നും. വീണ്ടും ബ്രെഡ് വെച്ച് ലെയർ ആയിട്ട് അതിനു മുകളിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സ് വീണ്ടും ഒഴിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. പിന്നെ മടി ഏകദേശം കൂടപ്പിറപ്പായതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിലേക്ക് ഇടാനുള്ള ചോക്ലേറ്റും നട്ട്സും ഒക്കെ ഞങ്ങൾ മിക്സിയിലിട്ട് ഒരു കറക്കം കറക്കിയിട്ടാണ് എടുത്തത്. ഒരു കാര്യമില്ല, കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഞങ്ങൾക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ എന്തായാലും കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റിന് മുകളിൽ നമ്മുടെ ഉറുമാമ്പഴം റെഡായി കാണുമ്പോൾ അത്യാവശ്യം ഭംഗി ഉണ്ടാകുമെന്ന സൂചന ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാതും ഒന്നും ബാക്കി വെക്കാതെ നട്ട്സിന്റെ മിക്സും ഒക്കെ ഞങ്ങൾ ഇതിന്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും സത്യം പറയാലോ, സാധനം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 3 ഹവേഴ്സോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞങ്ങൾ എടുത്തത്. എന്തായാലും സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞാൻ ഒരുപാട് കഴിച്ചും ചെയ്തു. അത്യാവശ്യം ഒരു കട്ടിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബ്രെഡൊക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. മധുരം പാകത്തിനായിരുന്നു.